ഭദ്രക്കൊച്ച് ചിരിക്കുവാണോ? അവൻ അവളുടെ അടുത്തേക്ക് ചുവട് വെച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ ചുമ്മാ. അവൻ വരുന്നതനുസരിച്ച് അവൾ പുറകിലോട്ട് പോയിക്കൊണ്ടിരുന്നു. ചുമര് തട്ടി നിന്നു. നീ എന്തിനാ ഭദ്രേ ഞാൻ അടുത്ത് വരുമ്പോൾ ഇങ്ങനെ ടെൻഷനാകുന്നത്? ഞാനല്ലേ പൊന്ന? അവൻ പതിഞ്ഞ സ്വരത്തിൽ അവളോട് ചോദിച്ചു. ഞാൻ പോയിട്ട് വരാട്ടോ. മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ അവൻ പുറകിലേക്ക് വകഞ്ഞു മാറ്റിക്കൊണ്ട് അവളോട് ആർദ്രമായി പറഞ്ഞു. അവൾ സമ്മതം പോലെ ഒന്ന് തലകുലുക്കിക്കൊണ്ട് മൂളി. അവൻ അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. അവന്റെ നോട്ടത്തിൽ അവളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ കണ്ണുകൾ പിടയ്ക്കുന്നുണ്ടായിരുന്നു. വിയർപ്പ് കണങ്ങൾ അവളുടെ മേൽചുണ്ടിൽ പ്രത്യക്ഷപ്പെട്ടു. അവന്റെ നോട്ടം അവളെ അത്രമേൽ തളർത്തിയിരുന്നു. അവൻ താഴ്ന്നു വന്ന് ആ കട്ടിച്ചുണ്ടിനെ സ്വന്തമാക്കി. എന്തൊരു ലഹരിയാണ് എൻ്റെ പെണ്ണെ, എന്ത് മാധുര്യമാണ് ഈ ചുണ്ടുകൾ. എത്ര നുകർന്നിട്ട് മതി വരാതെ എന്ത് മായാജാലമാണ് നീ എന്നിൽ തീർത്തത്. അവൾ ശ്വാസം കിട്ടാതെ ഒന്ന് പെടഞ്ഞപ്പോൾ മനസ്സില്ലാ മനസ്സോടെ ആ ചുണ്ടുകളെ അവൻ വേർപ്പെടുത്തി. ഇത് തരാതെ പോയാ എനിക്കൊരു സമാധാനം കിട്ടില്ല പെണ്ണെ. പോയി വരുന്നവരെ ഒരു എനർജി വേണ്ടേ? ഒരു കളിയോടെ അവൻ ചോദിച്ചു. അവളുടെ മുഖം നാണത്താൽ ചുവന്നു പോയി. അവൾ തല താഴ്ത്തി പിടിച്ചു. ഇങ്ങനെ ബ്ലഷ് അടിക്കാതെ പെണ്ണെ, ഇനി നിന്നാൽ അത് ശരിയാകില്ല. പോയി വരാം. അവളുടെ കവിളി തട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. പുറത്ത് ഡെവി വണ്ടിയുടെ ഹോൺ നീട്ടി അടിക്കുകയാണ്. ഈ തെണ്ടിയെ ജയ് പല്ല് കടിച്ചു. വണ്ടി മുന്നോട്ടു പോയി. ഇപ്രാവശ്യം ജയ് കളിയാക്കാൻ ഡെവി പോയില്ല. പേടികൊണ്ടല്ല, എന്നാലും ചെറിയൊരു ഭയം. അവർ ആദ്യം പോയത് ഒരു ബീച്ചിലേക്കായിരുന്നു. ആരും അധികം വരാത്ത ഒരു ഭാഗത്തേക്ക് അവർ വന്നിരുന്നു. ഡാ ഡെവി, അവനെ വിളിച്ചായിരുന്നോ? ജയ് ഡെവിയോട് ചോദിച്ചു. വിളിച്ചടാ, അവൻ വരുന്നതേ ഉള്ളൂ. ഡെവി മറുപടിയായി പറഞ്ഞു. നമുക്കിവിടെ ഇരിക്കാം. എടാ ജയ്, മിക്കവാറും ഈ കോഴി വല്ല പെമ്പിള്ളാടെ പുറകെ പോയി കാണും. ഡെവി ജയോടായി പറഞ്ഞു. ഇവൻ എങ്ങനെ ദുബായിൽ 2 വർഷം നിന്നെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ലടാ, ജയ് ഡെവിയോട് പറഞ്ഞു. കുറച്ചു സമയത്തിന് ശേഷം ഓ വരുന്നല്ല അവതാരം, ജയ് ചൂണ്ടിക്കാട്ടിയെടുത്ത് ഡെവി നോക്കിയപ്പോൾ കാണാം തൊട്ട് മുമ്പിലൂടെ പോകുന്ന പെമ്പിള്ളാരോട് പേര് മുതൽ ജാതകം വരെ ചോദിച്ചറിയുന്നവനെ. അവൻ എന്തോ പറഞ്ഞപ്പോൾ അതിലൊരുത്തി ചെരുപ്പൂരി അടിക്കാനായി ആഞ്ഞതും ചെക്കൻ ജീവനും കൊണ്ട് ഓടി. എന്റെ റബ്ബേ! ഓടി വന്ന് ക്ഷീണിച്ച് മുന്നോട്ട് നോക്കിയപ്പോൾ കാണാം തന്നെ നോക്കി പൊട്ടിച്ചിരിക്കുന്ന 2 എണ്ണത്തെ. ദാ പന്ന മക്കളെ എന്ന് വിളിച്ച് അവർക്കടുത്തേക്ക് പാഞ്ഞെടുത്തവൻ. കൊടുത്ത് 2ന്റെ വയറ് നോക്കി ഓരോ പഞ്ച്. ചെക്കൻ കോഴിയാലെന്താ, നല്ല ആരോഗ്യമുണ്ട്. നല്ല ആരോഗ്യമുള്ള ബ്രോയിലർ കോഴി അല്ലട ഡെവിയെ, ജയ് കളിയോടെ ഡെവിയോട് പറഞ്ഞു. നിനക്കൊക്കെ അങ്ങനെ പറയാം, ഇതൊക്കെ ഒരു കലയല്ലേ മുത്തേ. കിട്ടിയ ഊട്ടി, ഇല്ലേ ചട്ടി, അവൻ പറഞ്ഞു. ഡാ അജു, നിനക്ക് സുഖമല്ലേടാ? ഡെവിയും ജയ്യും ഒരുപോലെ അവനെ പുണർന്നുകൊണ്ട് ചോദിച്ചു. ഓ നിനക്കല്ലേ ജയ് സുഖം? കൊച്ചു കള്ളൻ, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പാണോടാ പറയുന്നേ കള്ളപ്പന്നി. ആ ബെസ്റ്റ്, അവന്റെ വീട്ടിൽ പോലും പറഞ്ഞില്ല. അപ്പൊ അല്ല നിന്നോട്, ഡെവി ഒരു പുച്ഛത്തോടെ പറഞ്ഞു. അതെന്താടാ അങ്ങനെ? വീട്ടിൽ കയറ്റില്ല എന്ന് പേടിച്ചാണോ? അതോ എന്തെങ്കിലും വിഷയമുണ്ടോടാ? അതൊക്കെ ഉണ്ടടാ, അതൊക്കെ പറയാനല്ലേ ഇപ്പൊ നിന്നെയൊക്കെ വിളിച്ചത് തന്നെ, ജയ് കപടദേശത്തോടെ പറഞ്ഞു. ഓ അപ്പൊ ആളാരാടാ? ഓഫീസിലുള്ളത് വല്ലതുമായിരുന്നോ? അതൊക്കെ ഇരിക്കട്ടെ, അവിടെ നല്ല കളക്ഷൻ ഒക്കെ ഉണ്ടോടാ? അജയ് ഒരു കളിയോടെ ചോദിച്ചു. ഡാ ഡെവി, എനിക്കങ്ങ് ചൊറിഞ്ഞു വരുന്നുണ്ടേ, ജയ് കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. ഡാ നീ അവനെ ദേഷ്യപ്പിടിപ്പിക്കാതെ, ഡെവി അജു എന്ന അജ്മലിനോട് പറഞ്ഞു. ഓ ഒരു തമാശ പോലും പറയാൻ പറ്റില്ല, നമ്മളൊന്നും മിണ്ടുന്നില്ലേ, അജു കെറിവിച്ച് പറഞ്ഞു. അത് കണ്ട് ജയ് അവന്റെ അടുത്തേക്ക് വന്ന് അവനെ ചേർത്ത് പിടിച്ചു. ഡാ പിണങ്ങാൻ പറഞ്ഞതല്ലടാ. അത് സാരമില്ലടാ, നീ ഇത് പറഞ്ഞില്ലല്ലോ. ആരാ നിന്റെ കൊച്ച്? ശ്രീഭദ്ര ആഞ്ജനേയി. എൻ്റെ അമ്മു. അവളുടെ അച്ഛൻ്റെ പേര് അവളുടെ പേരിനൊപ്പം ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവളെ ഇഷ്ടമല്ലാത്ത അയാളുടെ പേര് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അവളെ താലി കെട്ടിയവനല്ലേ, അതങ്ങനെ മതി. ജയ് ഈ അമ്മു? അജു ഒരു സംശയത്തോടെ നിന്നു. അതെ, എൻ്റെ പ്രണയം. വാട്ട്? അവൾ മരിച്ചു പോയി എന്നായിരുന്നല്ലോ കേട്ടത്? അജു ചോദിച്ചു. നുണയായിരുന്നടാ. ജയുടെ വാക്കുകൾ ഇടറി. അത്രയും നേരം മൗനമായിരുന്ന ഡെവിയുടെ ശബ്ദം അവിടെ ഉയർന്നു. അവൻ വന്നിട്ടുണ്ട് അജു. അഗ്നിദേവ്. മൈ ഗോഡ്, അഗ്നി? അവന്റെ ഉദ്ദേശം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, അജു ഒരു ഭയത്തോടെ പറഞ്ഞു. അവനെ നീ കണ്ടോ ഡെവി?
കണ്ടടാ, ഇന്നലെ ഞാൻ മാളിൽ പോയിരുന്നു മോൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ. അവിടെ വെച്ച് കണ്ടതാ. പക്ഷേ അവൻ എന്നെ കണ്ടില്ല. ഇത്ര വർഷത്തിന് ശേഷം അവൻ വന്നിട്ടുണ്ടെങ്കിൽ. രവി ഒന്ന് നിർത്തി ജയെ നോക്കി. അവൻ തൊട്ടടുത്തെത്തി കഴിഞ്ഞു. അത്രയും നേരം മിണ്ടായിരുന്ന ജയയുടെ ശബ്ദം അവിടെ ഉയർന്നു. എന്റെ പെണ്ണിനെ തേടി അവൻ വന്നിട്ടുണ്ടെങ്കിൽ അവൻ ജീവനോട് പോകില്ല. ഡാ, അവൻ നമ്മുടെ ഫ്രണ്ട് അല്ലേ? പറഞ്ഞു തിരുത്താം. ഇപ്പം അവൾ നിന്റെ ഭാര്യയല്ലേ? അജു ടെൻഷനോടെ പറഞ്ഞു. അവൻ അവൾക്ക് വേണ്ടി വന്ന ഞാൻ എന്ത് ചെയ്യണോടാ? എന്റെ ഫ്രണ്ട് അല്ലേ എന്ന് പറഞ്ഞു കൊടുക്കണോ വേണോടാ? ജയ് അജുവിന്റെ ഷട്ടിൽ കുത്തിപ്പിടിക്കാൻ പോയി. രവി അവനെ തള്ളി മാറ്റി. ഇനി വന്ന ഈ ആഞ്ജനെ ആരാണെന്ന് അവൻ അറിയിക്കും ഞാൻ. ജീവനോടെ വെച്ചേക്കില്ല, കൊന്നു കുഴിച്ചു മൂടും. അവന്റെ കണ്ണുകൾ ചുമന്ന് കലങ്ങി, ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ നോക്കി. എന്നിട്ടും അവന്റെ ദേഷ്യം അടങ്ങിയില്ല. കയ്യിലിരുന്ന ഫോൺ ഊക്കോടെ വലിച്ചെറിഞ്ഞു. അപ്പോൾ അവൻ തന്നെ ചെകുത്താൻ തന്നെയായിരുന്നു. അവൾക്കടുത്തേക്ക് അവൻ എത്തില്ല. അജു, എത്താൻ ഞാൻ ജീവനോടൊപ്പം സമ്മതിക്കില്ല. അവൾ സ്നേഹിക്കുന്നത് എന്നെയാണ്. അന്ന് ആക്സിഡന്റിൽ ഞാൻ കണ്ടതാ. എന്നെ നോക്കി അവളുടെ നോട്ടത്തിൽ പ്രണയം മാത്രമായിരുന്നു. അതെന്നും അങ്ങനെ തന്നെയാണ്. പക്ഷെ അവൾക്ക് മനസ്സിലാകുന്നില്ല, അവൾ അറിയുന്നില്ല. ഓർമ്മകൾ തിരികെ വന്നാലും അവൾ എന്നെ വിട്ടു പോകില്ല. ജയ് പൊട്ടിക്കരഞ്ഞുപോയി. അവന്റെ അങ്ങനെയുള്ളൊരു മുഖം അജു ആദ്യമായി കാണുകയായിരുന്നു. പക്ഷെ ജയ്, നിനക്ക് അതെങ്ങനെ പറയാൻ കഴിയും? അന്ന് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ അവളെ സ്നേഹിച്ചതാ. എന്നിട്ട് നിന്നെ തന്നെയാണ് അവൾ സ്നേഹിക്കുന്നതെന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും? ഒരു പക്ഷെ അഗ്നി. അജുവിനെ പറഞ്ഞു നിർത്താൻ സമ്മതിക്കാതെ ജയയുടെ ശബ്ദം അവിടെ ഉയർന്നു. അവൾ എന്നെയാണ് സ്നേഹിച്ചത്. അവൾ പറഞ്ഞ് അതറിയണമെന്നില്ല. പിന്നെ അവൾ അവനെയാണ് സ്നേഹിച്ചിരുന്നെങ്കിലും അവന് ഞാൻ വിട്ടുകൊടുക്കില്ല, എന്റെ പെണ്ണിനെ. ഇപ്പൊ അവൾ എന്റെയാണ്. അവളുടെ ഓർമ്മകൾ തിരികെ വന്നാലും എന്നെ മാത്രം സ്നേഹിക്കുകയുള്ളൂ. അപ്പോഴേക്കും ഞങ്ങൾ ജീവിച്ചു തുടങ്ങും. ഒരു ശക്തിക്കും അകറ്റി മാറ്റാൻ പറ്റാത്ത പോലെ ഒന്നായി തീരുക തന്നെ ചെയ്യും. അതിനു മുമ്പ് എനിക്ക് കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. അവളുടെ സ്വപ്നങ്ങൾക്ക് ചെറുതായി തീരണം, അതും ഡെവിയിലൂടെ. ജയ് ഡെവി ഒന്ന് നോക്കി. അതിനവൾ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അപ്പോൾ നിന്റെ പ്ലാൻ ആയിരുന്നോ ഡെവിയുടെ വീട്ടിൽ അവളെ നിർത്തുന്നതൊക്കെ? അതിന് ജയ് ഒന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ. കൊള്ളാം, രണ്ടും കൂടി പ്ലാൻ ചെയ്തിട്ട് ഞാൻ മാത്രം ഒന്നും അറിഞ്ഞില്ല, അജു കെറുവോടെ പറഞ്ഞു. പിന്നെ നിന്നോട് പറയാത്തൊരു കുറേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് വേണം നീ നാട്ടിൽ പാട്ടാക്കാൻ, ഡെവി പുച്ഛത്തോടെ പറഞ്ഞു. നിനക്കൊക്കെ പിന്നെ എന്നാ ഒരു വില ഉള്ളത്? ഞാൻ ആരോട് പറയാനാ? ഇങ്ങനെയുള്ള ഒന്നും ഞാൻ പറയില്ല. അവൻ അതേ ടോണിൽ മറുപടി കൊടുത്തു. ഒന്ന് നിർത്തുന്നുണ്ടോ? രണ്ടിന്റെ അടി കണ്ട് ജയ് ഇടപെട്ടു. നിങ്ങളൊക്കെ എന്തിനാ വന്നേ? ജയ് ദേഷ്യത്തോടെ മുരണ്ടു. അപ്പോഴാണ് രണ്ടും വന്ന കാര്യം തന്നെ ഓർക്കുന്നത്. ജയ്, നീ പറ, എങ്ങനെ മരിച്ചെന്ന് വിശ്വസിച്ചപ്പോൾ എങ്ങനെ നീ മനസ്സിലാക്കി അത് അവളാണെന്ന്? എല്ലാം അറിയണം, ഡെവി ഒരു ഉറപ്പോടെ പറഞ്ഞു. ജയുടെ ഓർമ്മകൾ 7 വർഷം പുറകിലേക്ക് ചലിച്ചു. ജയുടെ കോളേജ് കാലഘട്ടം. നിറയെ വാഗമരങ്ങൾ തളർത്തു നിൽക്കുന്ന കോളേജ് അന്തരീക്ഷം. എങ്ങും നല്ല ഒന്നാന്തരം കലപില ശബ്ദങ്ങൾ കേൾക്കാം. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ. ഏത് കോളേജ് പരിസരത്താണ് നിശബ്ദത നിറഞ്ഞു നിൽക്കുന്നത്? വിശാലമായ കോളേജ് അന്തരീക്ഷം. ഹേ, ലാവണ്ടർ കളർ ഫ്രോക്കിട്ട പെൺകുട്ടി, ഇവിടെ വരൂ. ആരോ കൈകാട്ടി അവളെ വിളിക്കുന്നുണ്ടായിരുന്നു. അവൾ ചുറ്റുമൊന്ന് നോക്കി. അവളുടെ കൂടെ തന്നെ 1-2 പെൺകുട്ടികൾ കൂടെ ഉണ്ടായിരുന്നു. നോക്കുമ്പോൾ 3-4 ചെറുപ്പക്കാർ. അതിലൊരാൾ ഇത് തന്നെ ബാധിക്കാത്തതുപോലെ തന്റെ താറിന്റെ ബോണറ്റിലായി ചാരിക്കിടന്നുകൊണ്ട് ഒരു കൈ തലയിലായും മറു കൈയിൽ ഏതോ ഒരു ഇംഗ്ലീഷ് ബുക്ക് വായിച്ചുകൊണ്ട് കിടക്കുന്നു. അവന്റെ മുഖം ആ ബുക്കിനാൽ മറഞ്ഞു കിടക്കുവാണ്. രണ്ടാമത്തെ ഒരാൾ ബുള്ളറ്റിലായി ഇരുന്നു കൊണ്ട് താറിൽ കിടക്കുന്ന ചെറുപ്പക്കാരനോട് സംസാരിക്കുന്നുമുണ്ട്. ബാക്കി 2 പേരും അവളെ നോക്കി നിൽക്കുകയായിരുന്നു. ദാ അജു, നിനക്കിതെന്തിന്റെ കേടാടാ? അവർ പൊക്കോട്ടെ. നിതിൻ എന്ന നിധി ഒരു ശാസനയോട് പറയുന്നുണ്ട്. എവിടെന്ന്? ചെക്കൻ നോ മൈൻഡ്. അവൾ ചുറ്റുമൊന്ന് നോക്കി. നോക്കണ്ട, ഞാൻ തന്നെയാടോ വിളിച്ചേ. നിന്നെ ആടി വിളിക്കുന്നെ? നീ പോയച്ചു വാ, ഞങ്ങൾ ഇവിടെ നിൽക്കാം. അതിലൊരു പെൺകുട്ടി നഖം കടിച്ചുകൊണ്ട് പേടിയോടെ പറഞ്ഞു. അവൾ മുന്നോട്ട് നടന്നു. അവളുടെ അടുത്തായി വന്നു നിന്നു. എന്താണ് മാഡം, വിളിച്ചാൽ വരാൻ ഭയങ്കര മടിയാണല്ലോ. അത് പിന്നെ ചേട്ടൻ ആകെ 2 വട്ടമല്ലേ വിളിച്ചുള്ളൂ. അത് കൊള്ളാമല്ലോ. നീ അവിടെ നിന്നപ്പോ വിളിക്കുന്ന എണ്ണം എടുക്കുകയായിരുന്നോ? ഏയ് അല്ല ചേട്ടാ. അവൾ 32 പല്ലും കാണിച്ച് ഒന്ന് എളിച്ചു കൊടുത്തു. നല്ല ലാവണ്ടർ കളർ ഫ്രോക്കായിരുന്നു അവളുടെ വേഷം. അരയോളമുള്ള കട്ടിമുടി കുറച്ച് പഫ് എടുത്ത് ബാക്കിയുള്ളത് വിടർത്തിയിട്ടിട്ടുണ്ട്.
കണ്ണുകൾ നീട്ടി എഴുതിയിട്ടുണ്ട്. നല്ല വെളുത്ത നിറമാണ് അവൾക്ക്. ഇളം റോസ് നിറത്തിലുള്ള അധരങ്ങൾ. കാലിൽ വെളുത്ത ഷൂ കിടപ്പുണ്ട്. ഒരു കൈ സ്വർണത്തിന്റെ ചെയിനും മറു കൈ ഒഴിഞ്ഞു കിടപ്പുമുണ്ട്. കഴുത്തിൽ ഒരു സ്വർണത്തിന്റെ കുരിശുമാലയുണ്ട്. കണ്ടാൽ തന്നെ നോക്കി നിന്നു പോകുന്ന ഒരു പെൺകുടി. മുഖത്ത് നിറയെ കുറുമ്പാണെങ്കിലും ഒടുക്കത്തെ നിഷ്കളങ്കതയാണ് അവൾക്ക്. നീ ആള് കൊള്ളാലോ. സാധാരണ റാഗ് ചെയ്യാൻ വിളിക്കുമ്പോ പേടിച്ച് വിറച്ചാണ് പെൺകുട്ടികൾ വരിക. നീ എന്താ കൊച്ച് നല്ല ലുക്കായി വന്നിട്ട് ഒരു പേടിയില്ലാതെ ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നേ? ഓ അതോ, അത് ചേട്ടന്മാരെ ഞാനെന്തിനാ പേടിക്കുന്നേ? നിങ്ങൾ പിടിച്ചു വിഴുങ്ങുമോ? ഇല്ലല്ലോ. അവൾ അവരെ നോക്കി പുച്ഛിച്ചു. നിധിയും അജുവും പരസ്പരം ഒന്ന് നോക്കി. ഇതെന്തിന്റെ കുഞ്ഞെന്ന് എക്സ്പ്രഷൻ ഇട്ടിരിക്കുക. അല്ല, കൊച്ചിന്റെ പേരെന്തുവാ? നിധി അവളോട് ചോദിച്ചു. എമ്മി എന്നാ പേര്. പൊന്നു എന്ന് വീട്ടിൽ വിളിക്കും. ചേട്ടൻ വിളിച്ച കാര്യം പറ, അവൾ അവരോട് കുറുമ്പോടെ ചോദിച്ചു. അതുവരെ മിണ്ടാതിരുന്ന അവൻ തന്റെ ബുള്ളറ്റിൽ നിന്ന് എഴുന്നേറ്റ് തല ഉയർത്തി അവളെ നോക്കി. നിനക്ക് എന്താടി, മൂത്തവരെ ഒരു ബഹുമാനമില്ലേ? അവർ ചോദിച്ചാൽ അതിനുത്തരം കൊടുത്ത് പൊക്കോണം. കോളേജൊക്കെ റാഗിംഗ് ഒക്കെ ഉണ്ടാകും. അതിൽ ഓവർ ഷോ ഇറക്കല്ലേ? അവളുടെ പ്രവൃത്തിയിൽ അവന് ചെറുതായി ദേഷ്യം വന്നു. അതേ ദേഷ്യത്തോടെ ഡെവി പറഞ്ഞു. അവൻ ബുള്ളറ്റിൽ പുറംതിരിഞ്ഞിരുന്നത് കൊണ്ട് പെണ്ണൊട്ട് കണ്ടതുമില്ല. ബാക്കി രണ്ടും അവനെ മിഴിച്ചു നോക്കുവാണ്. അങ്ങനെ ദേഷ്യപ്പെടാത്തൊരു സ്വഭാവമാണ് ഡെവിക്ക്. പക്ഷെ ഇതെന്താ പെട്ടെന്നിങ്ങനെ? അവർ അതും ആലോചിച്ച് മുന്നോട്ട് നോക്കുമ്പോൾ അവൾ പോയിട്ട് അവളുടെ പൊടി പോലും അവിടെ ഉണ്ടായിരുന്നില്ല. രണ്ടും വായും തുറന്ന് ഡെവിയെ നോക്കി. അവിടെ ഒരു ചെറിയ പുഞ്ചിരി കാണാൻ കഴിഞ്ഞ പോലെ. എന്തോ നട രണ്ടും എന്നെ എങ്ങനെ നോക്കുന്നേ? എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ അല്ലേ നിധി? പക്ഷെ നിധിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി അല്ലാതെ മറ്റൊന്നും അജുവിന് കാണാൻ കഴിഞ്ഞില്ല. ഡെവി നേരെ താറിന്റെ അടുത്തേക്ക് ചെന്നു. ജയ്, അവൻ എത്താറായില്ലേ? ഡെവി പറഞ്ഞു തീർന്നില്ല. ഒരിരമ്പലോട് പൊടി പറത്തിക്കൊണ്ട് ഒരു ബ്ലാക്ക് BMW അവർക്ക് മുന്നിലായി വന്നു നിന്നു. കറുത്ത ബൂട്ടുകൾ നിലത്തേക്ക് പതിച്ചതും അതുവരെ ഉണ്ടായിരുന്ന ശബ്ദ കോലാഹലങ്ങൾക്ക് വിരാമമായി. എല്ലാവരുടെ ശ്രദ്ധ പതുക്കെ ആ ഒരാളിലേക്ക് തിരിഞ്ഞു. കൈകൾ പോക്കറ്റിലിട്ട് തലയുയർത്തി അവൻ മുന്നോട്ട് നടന്നു. ചെകുത്താൻ വന്നല്ലോ. ചുണ്ടുകൾ ആ പേര് മന്ത്രിച്ചു. ജയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അഗ്നി.